ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ക്ലാസ് ഈസ് അസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വർക്കൗട്ട്, ജിം, ഡയറ്റ് അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്. ദാറ്റ് ഡസൻ മീൻ ഞാനിപ്പം ഭയങ്കര അതിനെക്കുറിച്ച് അറിയുന്ന ആളെന്നല്ല. പക്ഷേ എൻ്റെ ഭയങ്കര പൊട്ടത്തരമായിട്ടുള്ള കുറേ ചിന്താഗതി ഉണ്ടല്ലോ, അത് ചെയ്താൽ ശരിയാണ്, ഇത് ചെയ്താൽ ശരിയാണെന്നുള്ള കുറേ മണ്ടത്തരങ്ങളുണ്ടല്ലോ, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ എൻ്റെ ഹൈറ്റ് ഞാൻ പറയാം. ഐ ആം എ ഷോർട്ട് ഗേൾ. എൻ്റെ ഹൈറ്റ് വന്നിട്ട് 5 feet 1 inch, ദാറ്റ് ഈസ് ഈക്വൽ ടു 154 centimeter. അപ്പം 154 centimeter എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഷോർട്ട് ഗേൾ ആണല്ലോ. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് ഏതൊക്കെ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ടോ അവരൊക്കെ നമ്മൾ സ്കൂളിൽ അസംബ്ലിക്കൊക്കെ ലൈനിൽ നിൽക്കുമ്പം ഒന്നെങ്കിൽ ഒന്നാമത് അല്ലെങ്കിൽ രണ്ടാമത് ആ ഒരു സ്ഥാനമാണ് ഞാൻ പഠിച്ചു വന്ന എല്ലാ ഘട്ടങ്ങളിലും ഞാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ എൻ്റെ വിചാരം ഫ്രണ്ടിൽ നിൽക്കുന്ന എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഓരോ ക്ലാസ് വലുതായി വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന അത്ര ഇതുള്ള കാര്യമല്ല. ചെറുതായിട്ട് നമുക്കൊരു നമ്മൾ ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുരുട്ട്, കുരുടി അങ്ങനത്തെയൊക്കെ ഒരു മേഖലയിൽ പെടുന്ന ഒരാളാണ് നമ്മളെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി. എനിക്കെൻ്റെ തീരെ ചെറുപ്പത്തിലെ 4ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മയില്ല. പിന്നെ ഞാൻ ഹൈസ്കൂളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും നീളമില്ലെങ്കിലും അങ്ങനെ ഭയങ്കര ചബ്ബിയായിട്ടുള്ള ഒരാളല്ലായിരുന്നു. അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബോഡി ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് പീരീഡ്സ്, അതായത് മെനാർക്കി ആ ഒരു ടൈം കഴിഞ്ഞപ്പം എൻ്റെ ബോഡി ഭയങ്കരമായിട്ടും ചേഞ്ചായെന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഇല്ലാത്ത ആൾക്ക് വണ്ണം വെച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും. അതായത് പെട്ടെന്ന് അത്രയും നാളും സ്ലിം ആയിട്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം കയറി തടി വെച്ചു എന്ന് വെച്ചാൽ നല്ല രീതിക്ക് തടി വെച്ചു. ഇങ്ങനെ ഒരു ബോളൊക്കെ ഉരുണ്ട് വരുന്ന പോലത്തെ ഒരു അവസ്ഥ. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് തടി അല്ലായിരിക്കും, പക്ഷേ എനിക്ക് ഈ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെയാണ് തോന്നിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് 8ലോ 9ലോ എന്തോ പഠിക്കുമ്പോൾ കിട്ടിയ ഒരു ഇരട്ടപ്പേരായിരുന്നു ചക്ക എന്നുള്ളത്. ചക്ക, ചക്കൂട്ടി, ചക്കച്ചി അങ്ങനെ പല പല വേർഷൻ ഓഫ് ചക്കയുടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളത് യൂസ്ഡ് ആയി കഴിഞ്ഞപ്പം ഓക്കെ ആയിരുന്നു. അങ്ങനെ വലിയ വിഷമം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മുടെ ഉള്ളിലൊരിതുണ്ട്, ഒരാൾ നമ്മളെ ചക്കയെന്ന് അവർ ചുമ്മാ തമാശയ്ക്ക് വിളിക്കുന്നതായിരിക്കും, പക്ഷേ ഞാൻ ചക്കയാണോ അങ്ങനത്തേക്ക് ഒരു ഇതായിരുന്നു. അപ്പം വീട്ടിലും ഈ ഒരു പേര്, ഇപ്പം എൻ്റെ അനിയനാണേലും നമ്മൾ വഴക്കുണ്ടാക്കുമ്പം നീ പൊടി ചക്കേ അങ്ങനെ പറയും. കാരണം നമ്മളെ ഒന്ന് ഇതാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചക്ക എന്നുള്ള പേരിൻ്റെ ഏറ്റവും ഫണ്ണി തിങ് എന്തായിരുന്നെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ചക്ക റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരുമല്ലോ, അതായത് പഠിക്കുന്ന കഥയ്ക്കകത്തോ എവിടെയെങ്കിലുമൊക്കെ ചക്ക വരുമല്ലോ. അപ്പം ചക്കാന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനല്ല, ഭയങ്കര നാണക്കേട്. ദൈവമേ അത് വായിക്കില്ല സാർ, അത് വായിക്കില്ല, അല്ലെങ്കിൽ ടീച്ചർ അത് വായിക്കില്ലേ എന്നുള്ള ഒരു ടെൻഷനാണ്. ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും പിള്ളേർ ഈ ചക്ക റിലേറ്റഡ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സാറിനോട് എണീറ്റ് അതൊന്നുകൂടെ വായിക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ തള്ളയൊക്കെ ഇങ്ങനെ കുനിച്ചിരിക്കും, കാരണം എനിക്കറിയാമല്ലോ എന്നെ കളിയാക്കാനാണ്. അപ്പം ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നുന്നു. അപ്പം എനിക്ക് ആ 8ാം ക്ലാസ് തൊട്ട് ഈ ചക്ക എന്നുള്ള പേര് എന്നെ ഭയങ്കരമായിട്ട് ഇട്ട് കുലുക്കി എന്നൊക്കെ പറയാം. അപ്പോൾ അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു കൺസേൺ ആണ് എനിക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു കാര്യം. പക്ഷെ എൻ്റെ കയ്യിൽ അപ്പോഴത്തെ ഫോട്ടോ ഒന്നുമില്ല, അല്ലെ ഞാൻ കാണിക്കായിരുന്നു അങ്ങനെ ഭയങ്കര വണ്ണം വെച്ചിരിക്കുന്നവർ തന്നെ. പക്ഷെ പെട്ടെന്ന് കുറയുകയും ചെയ്തായിരുന്നു കേട്ടോ. അതെനിക്കൊന്ന് ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ ഹോർമോൺസ് ഒക്കെ ചേഞ്ച് ആയപ്പോൾ അങ്ങനെ വണ്ണം വെച്ചതായിരിക്കും. ചക്കയെന്ന് വിളിക്കുന്നവരോട് അങ്ങനെ ദേഷ്യമല്ല, എന്താ പറയണ്ടേ, എനിക്ക് എന്നോട് തന്നെ ഒരു സഹതാപം. അയ്യോ ഞാൻ ചക്കയായി പോയല്ലോ, ഇനി ഈ പേരെങ്ങനെ മാറ്റിയെടുക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ഒരു ചക്ക എന്നുള്ള പേര് എൻ്റെ സ്കൂളിൽ മാത്രമല്ല, എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ, എൻ്റെ വീട്ടിൽ എല്ലായിടത്തും അങ്ങ് പരന്നു. അപ്പോൾ നമുക്ക് ഡയറ്റോ കാര്യങ്ങളോ വർക്കൗട്ടോ ഒന്നിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ചെറിയൊരു കുട്ടിയല്ലേ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, വൈകുന്നേരം വന്നിട്ട് അമ്മ എനിക്ക് ഇന്ന് വൈകുന്നേരം ഫുഡ് വേണ്ട, അങ്ങനെ രാത്രിയിൽ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം അപ്പോൾ അമ്മ വഴക്ക് പറയുന്നത്, എന്തിനാ ഫുഡ് കഴിക്കാതിരിക്കുന്നതിനൊക്കെ അത്ര വണ്ണമൊന്നുമില്ലെന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കില്ല. അപ്പോൾ ആ ടൈമിൽ നമുക്ക് സ്കൂള് ട്യൂഷൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞൊരു പാടായിരുന്നു. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കാതിരിക്കുമായിരുന്നു രാത്രിയിലൊക്കെ. അപ്പം രാത്രിയിലെ ഫുഡ് സ്കിപ്പ് ചെയ്താൽ വണ്ണം കുറയുമെന്നൊക്കെയായിരുന്നു അന്നത്തെ വിചാരം. അപ്പം ഞാൻ ആദ്യം ചെയ്തൊരു മണ്ടത്തരം അതായിരുന്നു, അതായത് രാത്രിയിലെ ഫുഡ് സ്കിപ്പ് ചെയ്യുമായിരുന്നു. നമ്മുടെ വീട്ടിലൊന്നും വെയിങ് മെഷീൻ ഇല്ല. അപ്പോൾ എവിടെ ഒരു കടയിൽ പോയി നമ്മളൊരു വെയിറ്റ് നോക്കുന്ന ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി കയറിയെന്ന് വെയിറ്റ് പോകും. കാരണം ഈ വെയിറ്റ് നോക്കുന്ന കാര്യം എനിക്ക് എപ്പോഴും ഒരു ത്രില്ലായിട്ടുള്ള കാര്യമായിരുന്നു. എവിടെ പോയാലും ചാടി കയറിയെന്ന് വെയിറ്റ് നോക്കുക, അത് ഓർത്തിട്ട് വിഷമിക്കുക. എന്നിട്ട് എൻ്റെ ഹൈറ്റിന് ഇത് ഓക്കെ ആണോ അങ്ങനത്തെ ഒന്നും എനിക്ക് ആ ടൈമിൽ അറിയത്തില്ലല്ലോ. എന്നെക്കാട്ടിലും മെലിഞ്ഞിരിക്കുന്ന പിള്ളേർ എന്നെക്കാട്ടിലും 5-6 കിലോ കൂടുതലുണ്ട്. പക്ഷെ അവരെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ആരും ചക്കയെന്ന് വിളിക്കത്തില്ല. അപ്പം നമുക്ക് മനസ്സിലായി
എന്താ നീളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ വണ്ണം തോന്നിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കുമല്ലോ. അപ്പം എൻ്റെ അമ്മ ഷോർട്ടാണ്, അച്ഛൻ നോർമൽ ഹൈറ്റാണ്, അനിയനും ഹൈറ്റുണ്ട്. അപ്പം എനിക്കാണ് വീട്ടിൽ തമ്മിൽ ഹൈറ്റ് കുറവുള്ളത്. അപ്പം എനിക്ക് ആ ഒരു അമ്മയുടെ പാരമ്പര്യം കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫുള്ളായിട്ടും. അപ്പം 10th കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ സ്കൂളിൽ പഠിച്ചപ്പം എനിക്കറിയുന്ന വേറെ ഒരു ഫ്രണ്ട്സ് പോലും ആ സ്കൂളിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പേര് അങ്ങോട്ട് കിട്ടിയിട്ടുമില്ല. ആരും അങ്ങനെ ആ ഒരു വണ്ണത്തിൻ്റെ പേരിലും ഒന്നും എനിക്കിങ്ങനെ കളിയാക്കൽ കിട്ടിയിട്ടുമില്ല. അപ്പം ഇന്നൊക്കെ ആണെങ്കിൽ ഒരു ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേര് വന്നു, അതൊക്കെ വലിയ സംഭവമാണ്. പക്ഷെ അന്ന് ഇതൊന്നും ഒരു വലിയ സംഭവമല്ലല്ലോ. അപ്പം +1 +2 ഒക്കെ ആയപ്പം കുറച്ചുകൂടെയൊക്കെ വണ്ണമൊക്കെ കുറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പം, അപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചത്. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിലെ എൻ്റെ റൂംമേറ്റ്സ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 പേരിൽ 4 പേരും എന്നെപ്പോലെ തന്നെ ഷോർട്ടല്ല, ചബ്ബി എന്ന് പറയാൻ പറ്റത്തില്ല. എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്ത് കഴിച്ചാലും വണ്ണം വെക്കുന്ന പോലത്തെ എൻ്റെ പോലത്തെയൊക്കെ ഒരു ബോഡിയുള്ള ആൾക്കാരായിരുന്നു എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എൻ്റെ വിഷമം അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അപ്പം അവിടെ നമ്മൾ 4 പേരും കൂടെ വർക്കൗട്ട് ചെയ്തായിരുന്നു ഈ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ വൈകുന്നേരം കോളേജിൽ നിന്ന് വന്നിട്ട് മറ്റേ ഫ്ലോറിൽ കിടന്നിട്ട് അല്ലെങ്കിൽ കട്ടിലേ കിടന്നിട്ട് എക്സസൈസ് ചെയ്യുന്നു, മറ്റേ ഇത്ര കൗണ്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു. നമ്മൾ ഭയങ്കര, കാരണം ഈ 4 പേർക്കും വണ്ണം കുറയ്ക്കണം, അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ളവരായിരുന്നു. നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് മറ്റേ ചായയും കടിയൊക്കെ വൈകുന്നേരം കിട്ടത്തില്ലേ, അപ്പം നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നു, കാരണം എണ്ണപ്പലഹാരം വേണ്ടെന്ന് പറയുന്നു. പിന്നെ ചില ദിവസം മോർണിംഗ് സ്കിപ്പ് ചെയ്യുന്നു, കാരണം നമ്മുടെ വിചാരം ഇതൊക്കെ സ്കിപ്പ് ചെയ്താൽ നമുക്ക് അങ്ങ് വണ്ണം കുറയും. അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാഴ്ച ഞാനൊന്ന് മനസ്സറിഞ്ഞൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് എൻ്റെ ബോഡിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം എനിക്ക് വണ്ണം കുറയ്ക്കണമെന്ന് തോന്നിയാൽ എനിക്ക് അതും ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ കൂട്ടുന്നത് പോലെ അത്ര ഈസി അല്ലെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റും. ചിലരുണ്ടല്ലോ എത്ര കഴിച്ചാലും വണ്ണം വെക്കത്തില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലരുണ്ട് എത്ര ഡയറ്റും വർക്കൗട്ടും ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ അങ്ങനത്തെ അല്ല, ഫ്ലെക്സിബിളാണ്, വേഗം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു ബോഡിയാണ് എൻ്റെ. അപ്പം അങ്ങനെ ഹോസ്റ്റലിൽ ഫുള്ള് നമ്മൾ വർക്കൗട്ടും കാര്യം, അന്നൊക്കെ നമ്മുടെ വിചാരം നമുക്കൊക്കെ ഭയങ്കര വണ്ണമായിരുന്നു എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിചാരം. പക്ഷെ നമ്മുടെ അപ്പോഴത്തെ ഫോട്ടോ അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര ഇല്ല ചൂട്ട് പോലെ ഇരിക്കുമായിരുന്നു. അപ്പം അന്നത്തെ ഒരു വിചാരം നമ്മൾ ഭയങ്കര ചബ്ബി ഗേൾസാണ്, വണ്ണമാണ്, അതാണ് ഇതാണെന്നൊക്കെ ആയിരുന്നു. എനിക്ക് ആ 8ാം ക്ലാസ്സിൽ എന്തോ കിട്ടിയ ആ ഒരു ആ ഒരു വണ്ണമാണെന്നുള്ള നമ്മുടെ മനസ്സിൽ തന്നെ നമ്മളെ കുത്തിയ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ സാധനം എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ മുന്നോട്ട് പോകും തോറും എൻ്റെ മനസ്സിൽ ആ ഒരു വണ്ണമാണെന്നുള്ള സാധനം അങ്ങ് അടിച്ചേൽപ്പിച്ച പോലെ ആയി. ഞാൻ ഒരു വണ്ണമുള്ള കുട്ടിയാണെന്നാണ് എൻ്റെ മനസ്സിൽ. നമ്മൾ കോളേജിൽ പഠിക്കുന്ന ടൈമൊന്നും യൂട്യൂബൊന്നും അങ്ങനെ അത്രയും നോക്കി നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ലെവലിലോട്ടൊന്നും എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസ് എന്ന് വെച്ചാൽ മറ്റേ കാലെടുത്ത് ഇങ്ങനെ കാലെ മുട്ടിക്കുന്ന അങ്ങനത്തെ എക്സസൈസ് ഒക്കെ ഉണ്ടല്ലോ, ഈ കിടന്നുകൊണ്ടുള്ള. അപ്പം അങ്ങനത്തെയൊക്കെയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മളങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറയുമ്പോൾ ഓർക്കരുത്, ഞാൻ ആ ടൈമിൽ ഭയങ്കര വണ്ണം വെച്ചിരിക്കുന്ന ഒരാളല്ല. ഞാൻ വേണേൽ ഫോട്ടോസൊക്കെ സൈഡിൽ കൊടുക്കാം. അപ്പം അത്ര വണ്ണമുള്ള ഒരാളല്ല, പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് ആ ഒരു വണ്ണമുള്ള ആളെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഈ ഇത്രയും വർഷങ്ങളിടയിൽ എനിക്കറിയുന്ന എൻ്റെ വീട്ടിലെ ചേട്ടന്മാരോ എൻ്റെ അനിയനോ ആരും ജിമ്മിൽ പോയിട്ടില്ല. ജിം ഉണ്ടെന്നറിയാല, ജിമ്മിൽ എന്താണോ ചെയ്യുന്നത് അങ്ങനത്തെ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അന്ന് എനിക്കറിയുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒന്ന് പോയേനെ, എങ്ങനെയൊക്കെ ഞാൻ പോയേനെ. പക്ഷെ അപ്പോൾ അന്നത്തെ ടൈമിൽ വീട്ടിൽ ആൺപിള്ളേർ പോലും ജിമ്മിൽ പോകുന്നില്ല. അപ്പോൾ ഇനി പെൺകുട്ടികൾക്ക് ജിമ്മിൽ പോകാൻ പറ്റും അങ്ങനത്തെ ഒരു ഓപ്ഷനൊന്നും എനിക്കറിയത്ത് പോലും ഇല്ല. അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് ഇല്ലായിരുന്നു. അപ്പോൾ കോളേജ് കഴിഞ്ഞ് വെറുതെ വീട്ടിലൊക്കെ കുറച്ച് ദിവസം വെറുതെ ഇരുന്നപ്പോൾ ഞാൻ സൂംബായ്ക്ക് ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം നല്ല നല്ല പാട്ടിന് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ട്. അവിടെയും വർക്കൗട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, പക്ഷേ ഡാൻസും ഇങ്ങനെ കുറച്ച് ഇരുന്നിട്ടുള്ള എക്സസൈസും കിടന്നിട്ടുള്ള എക്സസൈസും അതൊക്കെ അവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവിടെ 2 മെഷീൻ ഉണ്ടായിരുന്നു. ഒന്നൊരു ട്രെഡ്മില്ലായിരുന്നു, പക്ഷെ അത് നമ്മുടെ ഇലക്ട്രിക്കല്ല, നമ്മൾ തന്നെ ചവിട്ടി നീങ്ങുന്ന അങ്ങനത്തെ ഒരു ട്രെഡ്മില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാൻ പവർ വെച്ച് തന്നെ ചെയ്യുന്നൊരു സൈക്കിളും ഉണ്ടായിരുന്നു. ഈ 2 മെഷീൻ മാത്രമേ അവിടെ ഉള്ളായിരുന്നു. അപ്പോൾ ആ 2 മെഷീനെ ഉള്ളതുകൊണ്ട് ആൾക്കാർ അതിൽ കയറാൻ അടിയായിരുന്നു. അപ്പം അന്നാണ് ആദ്യമായിട്ട് ഞാനൊരു ട്രെഡ്മില്ലൊക്കെ കയറുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വഴക്ക, ഇനി എന്തോ ക്ഷീണിക്കാനാന്ന്. അപ്പോൾ ഇത് കുറച്ച് ദിവസം പോയി കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് ക്ഷീണിച്ചായിരുന്നു, കാരണം നമ്മൾ പ്രോട്ടീനൊന്നും കഴിക്കുന്നില്ല, ചുമ്മാ പോയി ചെയ്യുന്നു, വീട്ടിൽ വന്ന് സ്കിപ്പ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഒരു ഡയറ്റ് നടക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നില്ല. അപ്പം ഞാൻ ഭയങ്കര ഗുഡാന്നുള്ള ഒരു വിചാരമായിരുന്നു എനിക്ക്. ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, അയ്യോ ഭയങ്കര ക്ഷീണിച്ചല്ലോ എന്ന്, കവളൊക്കെ ഒട്ടി കഴുത്തൊക്കെ നീണ്ട് അങ്ങനെ ഒരു ഇതായി. കാരണം എന്നും പോയി കിടന്ന് ഡാൻസും സൂംബയൊക്കെ അല്ലേ. അപ്പോൾ കാർഡിയോ വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ വണ്ണമൊക്കെ കുറയുമല്ലോ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി എനിക്കിത് ഭംഗിയില്ല, വൃത്തികേടാണ്, എൻ്റെ കവളൊക്കെ ഒട്ടി, പല്ല് മാത്രമേ ഉള്ളൂ, പല്ലുന്തി, അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ കവളൊട്ടിയപ്പോൾ പല്ല് ഫ്രണ്ടിലോട്ട് ഉന്തി നിന്നിട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, പല്ല് പൊങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാലും ഞാൻ നിർത്തിയില്ല, പൊക്കോണ്ടിരുന്നു. പിന്നെ ആ സൂംബയൊക്കെ നിർത്തിയായിരുന്നു, കാരണം ഒരു ഇന്റേൺഷിപ്പിനൊക്കെ പോയപ്പം അത് പിന്നെ ചെയ്യാൻ പറ്റാതായി, അതങ്ങ് നിർത്തിയായിരുന്നു. ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്നപ്പം വീണ്ടും എനിക്ക്
വണ്ണം വെക്കുന്നുണ്ടോ എന്നുള്ളൊരു എപ്പോഴും എനിക്കതൊരു കൺസേൺ എനിക്ക്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കല്യാണം ആലോചിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് വീണ്ടും എനിക്ക് വണ്ണം കുറയ്ക്കണം അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറേ ആൻറ്റിമാരും അങ്കിളുമാരും കുറച്ച് ചേച്ചിമാരൊക്കെ രാവിലെ 4 മണിക്ക് 4:30ക്ക് നടക്കാൻ പോകുന്നുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള ഒരാളും ഇല്ല, എൻ്റെ അമ്മയുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർ നടക്കാൻ പോകുന്നുണ്ട്. ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവർ രാവിലെ പോവും, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നടക്കാൻ പോകും. അപ്പം ഞാൻ എന്തുകൊടുത്ത് ഇവരുടെ കൂടെ രാവിലെ 4:30ക്കോ 5 മണിക്കോ എണീറ്റ് ഇവർ വിളിക്കുമ്പോൾ ഇവരുടെ കൂടെ നടക്കാൻ പോവും, തിരിച്ചു വരും. അങ്ങനെ ഒരു ഇതായിരുന്നു. ആ ടൈമിലൊക്കെ യൂട്യൂബൊക്കെ കുറച്ചുകൂടി ഇതായി. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ ഓരോ ചാലഞ്ചൊക്കെ വരുമല്ലോ, ഇത്ര ദിവസം കൊണ്ട് വണ്ണം കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ദിവസം എക്സസൈസ് ചെയ്യും. ഇന്ന് അയച്ചു കൊടുക്കും ലിങ്ക്, ഇതാ ഇന്ന് ചെയ്യണ്ടേ, അങ്ങനെ അയച്ചു കൊടുക്കും. പക്ഷേ എനിക്കറിയത്തില്ല അതൊക്കെ എത്രത്തോളം ഇതായിരുന്നു അറിയത്തില്ല. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യും. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചോക്ലേറ്റോ ഐസ്ക്രീമോ ഒക്കെ കിട്ടുന്ന എല്ലാം കഴിക്കും. അന്ന് ഏതാ കാർബ്, ഏതാ പ്രോട്ടീൻ, ഏതാ ഫൈബർ ഒന്നും അറിയത്തില്ല. അപ്പം എന്നോടിപ്പോൾ ആരെങ്കിലും വന്നിട്ട് അയ്യോ വണ്ണം വെച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയത്തില്ലേ മറ്റുള്ളവരുടെ ഇത് നമ്മൾ കണക്ക് കൂട്ടരുത്. പക്ഷെ ഞാനവിടെ തകർന്നു പോവുക ആ ഒരു നിമിഷം. ഞാൻ അപ്പം ചിരിച്ചുകൊണ്ടൊക്കെ മറുപടി പറഞ്ഞാലും ഞാൻ ആകെ അങ്ങ് പിന്നെ അത് ആലോചിച്ചുകൊണ്ടിരിക്കും. വണ്ണം എന്ന് പറയുന്ന സാധനം എന്നെ അത്രയ്ക്കും എനിക്ക് പ്രശ്നമുള്ളൊരു സാധനമാണ്. നമ്മുടെ അവിടെയുള്ള ഏതോ ഒരാൾ ആരെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഓ നീ അങ്ങ് വണ്ണം വെച്ചല്ലോടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് അവർ ക്ഷീണിക്കും അങ്ങനെ ആരോ പറയുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര കരിങ്കണ്ണിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അമ്മയോട് പറയാം, അമ്മ ഞാൻ അവർ വരുമ്പോൾ ഇറങ്ങി നിൽക്കുക, അവരെന്നെ നോക്കി വണ്ണം വെച്ച് എന്നെല്ലാം പറയുവാണെങ്കിൽ എനിക്ക് അത്രയും നല്ലതല്ലേ, ഞാനങ്ങ് ക്ഷീണിക്കില്ല. കാരണം അത്രയ്ക്കും ഒരു സൈക്കോ ആയിരുന്നു ഞാൻ ആ ടൈമിൽ. അന്ന് അങ്ങനെ ഷേപ്പ് ആകണം, ഫിറ്റ് ആകണം അങ്ങനെയൊന്നുമല്ല, വണ്ണം കുറയ്ക്കണം അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നു ചോദിച്ചാൽ അല്ല. കാരണം എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ഈ വണ്ണം എന്നുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ എന്നെ കൺസേൺ ചെയ്യുന്നത്. എന്നാൽ നല്ല ഫുഡ് കഴിക്കണമെന്നോ നന്നായിട്ട് ഉറങ്ങണമെന്നോ അങ്ങനത്തെ ഒരു കാര്യമൊന്നും എനിക്ക് അന്നെൻ്റെ നിഘണ്ടുവിൽ പോലും ഇല്ല. എനിക്കാകെ ഇത് ഈ വണ്ണം കുറച്ച് സ്ലിം ആയിട്ടിരിക്കണം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കുട്ടുവിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ കുട്ടുവിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇത്രയും നാളത്തെ ഒരു ഇതിനോടൊക്കെയുള്ള ഒരു പെർസ്പെക്റ്റീവ് മാറിയത്. അതായത് വർക്കൗട്ടിനെ കുറിച്ചും ജിമ്മിനെ കുറിച്ചും ഡയറ്റിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് മാറിയത് അപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു റൈറ്റ് പേഴ്സൺ എൻ്റെ ലൈഫിലോട്ട് വന്നു എന്ന് പറയാം. കാരണം ഞാൻ ഇത്രയും നാളും വണ്ണം കുറയ്ക്കണം ഇങ്ങനെ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഇൻബിൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിലോട്ട് വന്നത്. എത്രയോ ചെറിയ വയസ്സ് മുതലേ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പം എനിക്കത് കേട്ടപ്പം വാവ് ആ ഒരു ഫീലായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലുണ്ട് ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവരാരും ഇങ്ങനെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം എനിക്കിതൊരു വാവ് ഫീലായിരുന്നു. എനിക്കന്ന് മനസ്സിലായത് ആളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മളൊരു പുതിയ രണ്ടുപേര് പരിചയപ്പെടുന്നവർക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ കാണും. പക്ഷെ ആ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുമെങ്കിലും എന്നാൽ ആ വർക്കൗട്ട് ചെയ്യുന്ന സമയം എന്നാൽ അങ്ങോട്ട് മാറ്റി വെക്കാനോ ഇങ്ങോട്ട് മാറ്റി വെക്കാനോ ആ സമയത്ത് നമ്മളോട് സംസാരിക്കാനോ ഒന്നും ആൾക്കൊരു ഇതില്ല. ആൾക്ക് എത്രയ്ക്കാന്ന് പറഞ്ഞാലും പുള്ളി ആ ടൈമിൽ ഒരു ഫോൺ എടുത്തൊരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കാനോ ഒന്നും ഇത് കണ്ടിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി അത്രയും ആൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും. അപ്പം ഞാനിവിടെ ഇങ്ങനെ നോക്കിയിരിക്കും ഫോണിൽ മെസ്സേജ് വരുന്നുണ്ടോ. പിന്നെ എനിക്കത് മനസ്സിലായി ആൾക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പുള്ളിക്കാരൻ എൻ്റെ ലൈഫിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് വർക്കൗട്ട്, എന്താണ് മസിൽ, എന്താണത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. കാരണം അത്രയും ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. ജിമ്മിലല്ലെങ്കിൽ ഞാൻ പല എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഒറിജിനൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും അറിഞ്ഞപ്പോഴും എനിക്കത് ഭയങ്കര എന്താ പറയണ്ടേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം വരെ ഞാൻ ഈ രാവിലെ 5 മണിക്ക് നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിറ്റ്നസ്സോ ജിമ്മോ ഒന്നും ചെയ്യാനുള്ള ഒരു ടൈം ഗ്യാപ്പ് കിട്ടില്ല. ഞാൻ വേഗം തന്നെ പ്രഗ്നൻ്റ് ആയി. പിന്നെ ആ കോവിഡ് ടൈമും കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴാ ജിമ്മ്. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ഏറ്റവും വലിയ കൺസേൺ അയ്യോ ഞാൻ ഇനി എങ്ങനെ ആയിരിക്കും ഉരുണ്ട് ബോൾ പോലെ ആകുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ ഇത്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഉള്ള എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 54 kg ആയിരുന്നു തോന്നുന്നു. അപ്പം 5 മാസമായിട്ടും എൻ്റെ വെയിറ്റ് കുറഞ്ഞ് 50-ലോട്ടെത്തി. അതായത് വെയിറ്റ് കൂടുന്നില്ല, കുറഞ്ഞു വരുന്നു. അപ്പോൾ എൻ്റെ വെയിറ്റ് കുറയുന്നത് കൊണ്ട് എല്ലാവർക്കും ടെൻഷനാണെങ്കിലും വയറ്റിലൊരു കൊച്ചു കിടപ്പുണ്ടെങ്കിലും എനിക്കപ്പോൾ സന്തോഷമാണ്. കാരണം എൻ്റെ വെയിറ്റ് കുറയുക. കാരണം ഞാൻ ഇത്രയും നാളിങ്ങനെ കുറയ്ക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ 50 കിലോ വരെ എത്തി ഞാൻ. കാരണം എനിക്ക് ആ ടൈമിൽ കുറച്ച് ഫുൾ ടൈം വോമിറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റാതെ അങ്ങനെ കുറഞ്ഞ എന്തോ ആണ്. അപ്പം ഈ 6 മാസം വരെ എനിക്ക് വയറും ഇല്ല വണ്ണവും ഇല്ല. പക്ഷേ 7-ാം മാസമായപ്പോൾ ഇത്രയും നാളത്തെ വണ്ണം എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് വണ്ണം വെച്ചു.
അപ്പം വണ്ണം വെച്ച് ഭയങ്കരമായിട്ടും വെയിറ്റ് കൂടാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് പ്രസവിക്കുന്നതിൻ്റെ അന്ന് എൻ്റെ വെയിറ്റ് എനിക്കൊന്ന് 74 kg ആയിരുന്നെന്ന് തോന്നുന്നു. ആ ഒരു റേഞ്ചായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രഗ്നൻസി ടൈമിലും ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് കുറേ കളിയാക്കൽ വരെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7ാം മാസം തൊട്ട് എനിക്ക് എന്നെ തന്നെ കാണുമ്പം അത് നമ്മൾക്ക് പ്രഗ്നൻസി ഹോർമോൺസിൻ്റെയൊക്കെ ആയിരിക്കും. ഭയങ്കര വണ്ണം വെച്ചു. അപ്പം അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞെങ്കിലും എൻ്റെ വണ്ണം കുറയുന്നില്ലായിരുന്നു. നല്ല ഫേസൊക്കെ നല്ല ബബ്ലി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എൻ്റെ ഫേസൊക്കെ. അപ്പം അതുപോലെ തന്നെ നിൽക്കുമായിരുന്നു ഒരു 6 മാസമൊക്കെ. പിന്നെ പയ്യെ പയ്യെ കുറഞ്ഞു. എന്നാലും വണ്ണം കുറയുന്നതനുസരിച്ച് വയറിങ്ങനെ തൂങ്ങി തൂങ്ങി വരാൻ തുടങ്ങി. അതായത് വയറൊട്ടും സ്റ്റിഫല്ലാതെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരാൻ തുടങ്ങി. അപ്പം എനിക്കത് ഭയങ്കര വിഷമമൊക്കെ ആയിട്ട് എന്നെ അങ്ങനെ ആദ്യമായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം അന്നത്തെ എൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കാനഡയ്ക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം പോകുമ്പോൾ എനിക്ക് നല്ല വൃത്തിയായിട്ട് പോകണം, അതായത് വണ്ണമൊക്കെ കുറച്ചിട്ട് പോകണം. അപ്പം അങ്ങനെ അങ്ങനെ എന്നെ കൊണ്ട് ജിമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നു. അപ്പം അങ്ങനെ എൻ്റെ ഫസ്റ്റ് ജിം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുള്ള ഒരു ജിമ്മിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയും മെഷീൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പക്കാ ട്രെയിനർ എന്ന് പറയാൻ ഒരാളില്ലായിരുന്നു. അവിടെ ഒരാളുണ്ടായിരുന്നു, പക്ഷേ എന്താ പറയണ്ടേ, അപ്പോൾ നമ്മളെ ഇത്ര റെപ്പറ്റീഷനൊന്നും കറക്റ്റായിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ട്രെയിനർ എനിക്കില്ലായിരുന്നു. എന്നാലും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ അവിടെ ഒരാളുണ്ടായിരുന്നു. അന്നേരം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയെങ്കിലും അപ്പോഴും ഞാൻ എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല. അതായത് അന്ന് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഓട്സ് കഴിക്കാൻ തുടങ്ങി. അതായിരുന്നു ഞാൻ ചെയ്ത ഒരു മാറ്റം വരുത്തിയ ഒരു കാര്യം. കാരണം എനിക്ക് ഒരുപാട് ഫുഡ് കട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോഴാണല്ലോ ആദ്യമായിട്ട് വെയിറ്റ് ഒക്കെ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്കങ്ങ് ഞാനെന്തോ വലിയ സംഭവം ചെയ്യുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്കൊന്ന് ഞാൻ ഒരു 5 മാസമൊക്കെ പോയി കാണും. പക്ഷെ 5 മാസം കൊണ്ട് എൻ്റെ വണ്ണം നന്നായിട്ട് കുറഞ്ഞു. നന്നായിട്ട് കുറഞ്ഞു. വണ്ണം കുറഞ്ഞപ്പോൾ എന്താ വീണ്ടും ഫോട്ടോസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എങ്ങനെ വണ്ണം കുറച്ചെന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ജിം ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് എന്നെക്കൊണ്ട് നന്നായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോഴും നോട്ട് ദ പോയിന്റ്, ഞാൻ ഡയറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് കാനഡയിൽ വന്നു കഴിഞ്ഞപ്പം ഫുഡൊന്നും ഒട്ടും ശരിയാവുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുക്ക് ചെയ്യാൻ സമയമില്ല, കുക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ആകെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ബ്രെഡ് എടുക്കുന്നു, ന്യൂട്ടെല്ല തേക്കുന്നു, പീനട്ട് ബട്ടർ തേക്കുന്നു, എന്നിട്ട് ഇത് തിന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കോമ്പിനേഷൻ. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഇത് തിന്ന് ഞാനങ്ങ് കൊഴുത്ത് തടി വെച്ച്, അതായത് ആ ഒരു 5-6 മാസത്തിനുള്ളിൽ നല്ലപോലെ തടിയൊക്കെ വെച്ചു. അങ്ങനെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുട്ടുമൊക്കെ തിരിച്ച് കാനഡയിലോട്ട് വന്നെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ ആകാറായപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ ശരിക്കുള്ള ഒരു ജിം ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ലോങ് ആയിപ്പോയി. ഇത് നിങ്ങൾക്ക് ബോറടിച്ചോന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിനെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് ബോറടിക്കുമായിരിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ വണ്ണമുള്ള ഒരാളെ ഞാൻ കളിയാക്കും, അങ്ങനെയൊന്നും ആയില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ആ കുഞ്ഞിലേ കിട്ടിയ ആ ഒരു ചിലപ്പോൾ ട്രോമ എന്നൊന്നും വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ കുഞ്ഞിലേ കിട്ടിയ ആ ഒരു പേര് എൻ്റെ മനസ്സിൽ അത്രയ്ക്കൊരു മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും വലുതായിട്ട് എനിക്കത് പോകാത്തതെന്ന് തോന്നുന്നു. ചിലപ്പോൾ അതായിരിക്കും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇത്രയും എനിക്ക് ഒരു ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിട്ട് ഈ വണ്ണം എന്നുള്ള സാധനം. അപ്പോൾ എത്രയോ പേര് നല്ല വണ്ണം വെച്ചിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. എത്രയോ പേര് വണ്ണം ഇല്ലാതെ നല്ല ഇതായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ കാര്യം. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ, അതെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.